ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കൊല്ലം പൂയപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസും പ്രത്യേക അന്വേഷണ സംഘത്തിന് കൈമാറി. മേക്കപ്പ് ആർട്ടിസ്റ്റായ രതീഷ് അമ്പാടിക്കെതിരെയാണ് എഫ്ഐആർ. കൊല്ലം സ്വദേശിയായ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് പരാതിക്കാരി. ഒരാഴ്ച മുൻപാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കണ്ണൻ നായർ വിവരങ്ങളുമായി ചേരുകയാണ്. കണ്ണൻ, ഈ കേസിന്റെ വിശദാംശങ്ങൾ എപ്പോഴാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറിയത്? ഒരു വർഷം മുമ്പ് നടന്ന സംഭവത്തിലാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. ഇവർ ഹേമ കമ്മിറ്റിക്ക് മുൻപിലും പരാതി നൽകിയിരുന്നു. ആ പരാതിയിൽ മേക്കപ്പ് ആർട്ടിസ്റ്റായിട്ടുള്ള വ്യക്തി പറഞ്ഞത് മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട്. ആ വാട്സപ്പ് കൂട്ടായ്മയിൽ ഒരു ചർച്ച നടന്നിരുന്നു. ആ സമയത്ത് രതീഷ് അമ്പാടി എന്ന് പറയുന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് മോശമായി സംസാരിച്ചു. ആ മോശമായിട്ടുള്ള പോസ്റ്റ് ഡിലീറ്റ് ചെയ്യാൻ ഈ പൂയപ്പള്ളി സ്വദേശിയായിട്ടുള്ള വ്യക്തി പരാതിക്കാരി ആവശ്യപ്പെട്ടു. എന്നാൽ അതിന് തയ്യാറാകാതിരിക്കുകയും ഒപ്പം തന്നെ ഈ പരാതിക്കാരിയോട് അശ്ലീല ചുവയുള്ള ഒരു സ്റ്റിക്കർ വാട്സപ്പിലൂടെ അയക്കുകയും അസഭ്യവർഷം നടത്തുകയും ചെയ്തു എന്നാണ് പരാതി. 354A IT ആക്ട്, ഈ രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത്. ആ കേസ് നേരെ പൂയപ്പള്ളി പോലീസ് SITക്ക് കൈമാറിയിട്ടുണ്ട്. ഇത് പൂയപ്പള്ളി സ്റ്റേഷൻ പരിധിയിലാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം നടന്നത്. ആ സമയത്തുണ്ടായിരുന്ന ഈ പരാതിക്കാരിയുടെ ടവർ ലൊക്കേഷൻ പൂയപ്പള്ളി സ്റ്റേഷൻ പരിധിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസ് പൂയപ്പള്ളിയിൽ രജിസ്റ്റർ ചെയ്യുകയും അതിനുശേഷം SIT കൈമാറുകയും ചെയ്തത്. ആദ്യം ഈ പരാതിക്കാരി കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ മുന്നിലെത്തി കാര്യങ്ങൾ പറയുകയായിരുന്നു. അതിന് പിന്നാലെയാണ് പൂയപ്പള്ളി സ്റ്റേഷനിലെത്തി മൊഴി കൊടുക്കുകയും ഒപ്പം തന്നെ കേസ് എടുപ്പിക്കുകയും ചെയ്തത്. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നൽകിയ പരാതിയിൽ ഇപ്പോൾ കൊല്ലം രജിസ്റ്റർ ചെയ്ത ഒരു എഫ്ഐആറിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന് എഫ്ഐആർ കൈമാറിയിരിക്കുന്നത്.